നല്ല സിനിമകളൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുള്ളത് അതിൻ്റെ ഡയറക്ടർമാർ എന്നെ വിളിച്ചു തന്നിട്ടുള്ള പടങ്ങളാണ്. അല്ലാതെ നമ്മളായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടോ നമ്മളായിട്ട് ചൂസ് ചെയ്തിട്ടോ ഉള്ളതല്ല. MC-യുടെ കേസിൽ MC പടം ചെയ്യുന്നതിന് മുന്നേ പെട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഒരു ഫിലിം ചെയ്യുന്ന അതേപോലത്തെ പരിപാടിയിലാണ്. അപ്പോൾ ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളത് മനസ്സിലായി. പിന്നീട് അതിൻ്റെ ഡബ്ബിങ്ങിന് വന്നപ്പോഴും പിന്നീട് അതിൻ്റെ ലോഞ്ചിന് വന്നപ്പോഴും അതൊരു മൂവിയുടെ സ്റ്റൈലിൽ തന്നെയാണ് ലോഞ്ച് ചെയ്യപ്പെടുന്നത്. അപ്പോൾ തന്നെ മനസ്സിലായി പുതിയൊരു മേക്കർ ഉണ്ടാവുകയാണ്. ജോസഫിൻ്റെ ഒരു പടം കിട്ടും എന്നുള്ളത് പിന്നീട് നമ്മളെപ്പോഴും പ്രതീക്ഷിച്ചിരുന്നു. പിന്നീട് വികൃതി എന്നുള്ള പടം വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു MC ജോസഫ്, അപ്പോൾ അതാ ജോസഫ് തന്നെയാണല്ലോ. നോക്കുമ്പോൾ സൗബിനും സുരാജും. ഞാൻ വെയിറ്റ് ചെയ്ത വെറുതെ. അപ്പൊ ശരി, എന്നെ മറന്നു പോയതാണോ? പിന്നെ സൗബിനെന്താണ് പ്രശ്നത്തില്? സൗബിനാണോ ഇത് ചെയ്യുന്നത്? സുരാജേട്ടനാണ് ചെയ്യണേന്ന്. അപ്പൊ സൗബിനാണ് ഇത് ഷൂട്ട് ചെയ്തിട്ട് പുറത്ത് വിടുന്നത്. അപ്പൊ അത്രയും മോശം ക്യാരക്ടർ, അത് കാരണമായിരിക്കും എന്നെ വിളിക്കാതിരുന്നത്. അങ്ങനെയൊക്കെ സമാധാനിപ്പിച്ചു. പിന്നെ ഇപ്പൊ കഴിഞ്ഞ കൊല്ലാണ് സമാധാനമായോ? ഓർമ്മയുണ്ട്.